എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം വൈകിട്ട് ഒരു 6:30 ആയിട്ടുണ്ട്. നമ്മളപ്പോൾ അതേ ഒന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ബോട്ടിങ്ങും റൈഡിങ്ങും ഒക്കെ കണ്ട് നമ്മളൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി റൂമിൽ വന്ന് കുറച്ച് നേരം ഒന്ന് കിടന്നു. അപ്പോൾ അതേ പുറത്തിറങ്ങിയേക്കാണ്. പുറത്തുനിന്ന് കഴിഞ്ഞാൽ അറിയാം എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന്. എല്ലാം പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കാണാൻ പറ്റൂല. എന്തായാലും ഭയങ്കര ക്ഷീണമായിപ്പോയി. നമ്മൾ ആ ബോട്ടിങ്ങും ഒക്കെ കണ്ട് കുറേ വെയിലൊക്കെ കൊണ്ടല്ലോ. അത് കാരണം വന്ന് കുറച്ച് നേരം അവിടെ കിടന്ന് സമയം പോയതേ അറിഞ്ഞില്ല. അപ്പോൾ 6:30 ആയപ്പോഴാണ് പിന്നെ വേഗം ചാടിപ്പണഞ്ഞ് എഴുന്നേറ്റ് ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങി ഡിന്നറൊക്കെ കഴിച്ച് തിരിച്ചു വരാമെന്ന് വിചാരിച്ച്. നല്ല സൗണ്ടല്ലേ ആ ഒരു വെള്ളം വീഴണ വെച്ചാൽ കേൾക്കാനായിട്ട്. ഇവിടെ ഇപ്പോൾ എല്ലാ റൂമിലും ആളുകളുണ്ടെന്നാണ് കേട്ടോ തോന്നണേ. നല്ല തിരക്കുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണതൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഇതിൻ്റെ ഉൾഭാഗമാണിത്. ഇതിൻ്റെ ചുറ്റിനും റൂമുകളാണ്. ഇത് കണ്ടോ, ഇത് എന്ത് മരമാണെന്നോ, ഒരു ചുമന്ന കളറിലൊരു കുരു പോലത്തെ ഒരു സാധനം ഉണ്ടായി കിടപ്പുണ്ട്. അവിടെ ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാനുള്ളൊരു സ്പേസാണ്. ഈ ബിൽഡിങ്ങിലാണ് നമ്മുടെ വീട് വരുന്നത്. ഈ ഉള്ളിലേക്ക് ഇത്തിരി കയറിയിട്ടാണ് നമ്മുടെ റൂം. ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഭാഗത്ത് നമുക്കിവിടെ ഇരുന്നാലോ കുറച്ച് നേരം? വൈകിട്ടാകുമ്പോഴത്തേക്കും തണുപ്പാവുമായിരിക്കും. ഇപ്പോൾ തണുപ്പില്ല, പക്ഷെ എനിക്ക് തോന്നണം വൈകിട്ടാകുമ്പോൾ തണുപ്പാവുമായിരിക്കും. അതായിരിക്കും ഇത് ചെയ്യണം. നല്ല കാറ്റുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒന്ന് രാത്രി കാഴ്ചകളൊക്കെ കാണുക, ഫുഡ് കഴിക്കുക എന്നൊക്കെ വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ 2 സ്ട്രീറ്റുകളാണേ ഉള്ളത്. ഒന്ന് റിവർ സ്ട്രീറ്റും പിന്നെ ഒന്ന് സിറ്റി മാർക്കറ്റ് സ്ട്രീറ്റും. അപ്പോൾ റിവർ സ്ട്രീറ്റിൽ നമ്മൾ പിന്നെ രാവിലെയൊക്കെ പോയതല്ലേ, പിന്നെ വിചാരിച്ചു ഇനിയും അങ്ങോട്ട് തന്നെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ സിറ്റി മാർക്കറ്റ് സ്ട്രീറ്റിലേക്കാണ് പോണത്. അപ്പോൾ അതേ പോകുന്ന വഴിയിലൊക്കെ ഈ ഒരു കുതിരവണ്ടിയുടെ റൈഡൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ഇരുട്ടാവണ വരെ ഉണ്ടെന്ന് എനിക്ക് തോന്നണത്. നമ്മളങ്ങനെ അതേ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. കാണുന്ന സ്ട്രീറ്റിലേക്കാണ് നടക്കേണ്ടത്. കുറേ പൊട്ടുംപാട്ടൊക്കെ കേൾക്കണ്ട്. എന്താ നോക്കാൻ പോയിട്ട്. നമ്മൾ ആദ്യം ഒരു സ്ഥലത്തുണ്ടായി വണ്ടി പാർക്ക് ചെയ്തായിരുന്നേ. പിന്നെ നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് പിന്നെ അത് വേറെ സ്ഥലത്തിട്ട്. തോന്നിയ പോലെയൊക്കെ ഇവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ പണി കിട്ടും. അപ്പോൾ അതേ കാണുന്ന കൂട്ടത്തിലാണ് നമ്മൾ വണ്ടി ഇട്ടത്. ഈ സിറ്റി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നെ എന്തോരം നടക്കാനുള്ളതെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് അങ്ങോട്ട് കിലോമീറ്ററുകളോളം ഉണ്ട് നടക്കാൻ. ഫസ്റ്റ് തന്നെ നമ്മളിതേ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. അതിനോട് ചേർന്ന് തന്നെ ഇവിടെ എന്തോ ഒരു മ്യൂസിക് ഷോ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ട്രീറ്റിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മ്യൂസിക് ഷോകൾ, ഡാൻസുകൾ, അങ്ങനെ ഓരോരോ പെർഫോമൻസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ടേബിളിലൊക്കെ കൊണ്ടുവച്ചേക്കണണ്ടില്ലേ, ഇതെന്താണെന്ന് എനിക്ക് അങ്ങനെ ശരിക്കും മനസ്സിലായില്ല. എന്തോ കക്ക പോലെയൊക്കെ ഇരിപ്പുണ്ടായി, ഞണ്ട അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ. ആളുകൾ അതൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ പൊളിച്ച് കഴിക്കുക എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ പാട്ട്, ഡാൻസ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നിട്ട് ഒരു അടിപൊളി വൈബായിരുന്നു. എന്ത് തിരക്കാണെന്ന് അറിഞ്ഞാൽ ഇവിടെയൊക്കെ. Sheriff coming down the line. Toward the there's a clear disco. Said, come on, dirty, I can do that district court. Do that corner on my trial began. Where I was held by 12 honest men. Just before that jury started out, I saw that little judge come up to look about. ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഫുള്ള് സെക്യൂരിറ്റി പോലീസുകൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സിറ്റി മാർക്കറ്റ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യും. വൈകിട്ട് 6 മണി വരെയാണ് ഇവിടുത്തെ സമയം. അപ്പോൾ ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സുവനീറുകൾ, പിന്നെ അതുപോലെ തന്നെ ഈ ഹോം മെയ്ഡായിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള വസ്തുക്കളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇഷ്ടമാതിരി ഉണ്ട് കേട്ടോ ഷോപ്പുകൾ, ഡ്രസ്സിൻ്റെ ഷോപ്പുകൾ, ആർട്ട് ഗാലറികൾ, അങ്ങനെ ഇന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 6 മണിക്ക് മുമ്പേ തന്നെ വരണം. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും. പക്ഷേ എങ്കിൽ
റെസ്റ്റോറൻറ്റുകളൊക്കെ ഓപ്പൺ ആയിരിക്കും. അതേ ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഇവിടെ ഒരു മ്യൂസിക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ നല്ല തിരക്കാണ്ട്. ഒരു അടിപൊളി വൈബായിരുന്നു ഇവിടെയൊക്കെ വന്നപ്പോഴത്തേനും. ഈ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തൊക്കെ ഇരിക്കാനുള്ള സീറ്റൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിൽ ആളുകൾക്കൊക്കെ പുറത്തിരുന്നാൽ മതി. ഇതേപോലെ പാട്ടൊക്കെ കേട്ട് ഫുള്ള് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇരിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ആളുകൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് റെസ്റ്റോറൻറ്റിൻ്റെ അകത്തൊക്കെ സീറ്റൊക്കെ കിട്ടും. നമ്മളങ്ങനെ ഇതിലൂടെ കുറേ അങ്ങനെ നടന്നായിരുന്നേ. നമ്മൾ സുവനീറുകൾ വാങ്ങി, ബാക്കിയുള്ള ഷോപ്പുകളൊക്കെ കുറേയൊക്കെ ഇങ്ങനെ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ചോക്ലേറ്റ് ഷോപ്പ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കുക്കീസ് ഉണ്ടാക്കുന്ന ഷോപ്പ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കണതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതൊക്കെ ഈ സ്ട്രീറ്റിൻ്റെ അകത്താണ്. പിന്നെ അതേ നമ്മൾ നേരത്തെ കണ്ട കുതിരവണ്ടിയുടെ ആ ഒരു ഇതൊക്കെ ഇല്ല, അതൊക്കെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് റൈഡിന് പോകാം. നമ്മൾ പകൽ പോയ ട്രോളി റൈഡ് ഇല്ലേ, അതുപോലെ തന്നെ ഒരു റൈഡാണ് ഗോസ്റ്റ് റൈഡ്. അത് വൈകിട്ടാണ്, അതിന് താല്പര്യമുള്ളവർക്ക് പോകാം കേട്ടോ. പക്ഷേ എങ്കിൽ നമ്മളതിന് ചേർന്നില്ല. നമ്മൾ ഇപ്പോൾ ആകെ ഒരു ദിവസമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, എന്തിനൊക്കെ കയറാൻ പറ്റും, എല്ലാം കൂടി ഒരുമിച്ച് പോക്ക് കൊടുക്കുമല്ലോ. ഇനിയൊരു അവസരത്തിൽ പോകാമെന്ന് വിചാരിച്ച് അതങ്ങനെ നമ്മൾ ഒഴിവാക്കി. ഐസ്ക്രീമിന് വേണ്ടി കരയുന്ന പാത്തു. അയച്ചേ നമ്മളങ്ങനെ ഐസ്ക്രീം കടയിലേക്ക് കയറിയാണ്. പാത്തൂന് ഐസ്ക്രീം വേണമെന്നും പറഞ്ഞാൽ ഭയങ്കര നിർബന്ധം. എൻ്റെ പൊന്നെ ഇവിടുത്തെ തിരക്ക് കണ്ടില്ലേ, അയ്യോ. സാധാരണ ഐസ്ക്രീം ഷോപ്പിലെ പോലെ തന്നെ ഒരുപാട് ഫ്ലേവറുകൾ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ മാത്രമല്ല ഇത് കണ്ടില്ലേ, ഒരുപാട് പല ടൈപ്പ് കോണുകൾ, പിന്നെ അതിനോട് ചേർന്ന് തന്നെ കുറേ ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ. എന്തായാലും പാത്തു ഹാപ്പി ആയിട്ടുണ്ട്, ഐസ്ക്രീം കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിനോട് ചേർന്ന് തന്നെ വേറൊരു ഷോപ്പ് കണ്ടത്. അപ്പം നമ്മളിവിടെ ജസ്റ്റ് പോപ്കോൺ കണ്ടപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോഴാണ് മോനെ നോക്കിക്കണ്ടേ, അവിടെ ചോക്ലേറ്റ് ഉണ്ടാക്കണ കണ്ട. അത് കണ്ടപ്പോൾ തന്നെ ആകെ ഞെട്ടി കേട്ടോ. വളരെ വെറൈറ്റി ആയിട്ടുള്ള ചോക്ലേറ്റുകൾ നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന കണ്ട ബോംബ് പോലെ ഇരിക്കുന്നത്, ഇത് ഫുള്ള് ആപ്പിളാണ്. ഈ ആപ്പിളിൻ്റെ പുറത്താണ് അവരിങ്ങനെ ഫുള്ള് ചോക്ലേറ്റ് ഇങ്ങനെ തേച്ച്, നല്ല ഭംഗിയുണ്ടല്ലേ അത് കാണാൻ. അപ്പോൾ ഞാനത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ എങ്കിൽ അത് ആപ്പിളാണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ അത് വേണ്ട. എത്ര വന്നാലും അതിൻ്റെ ഉള്ളിൽ ആപ്പിളല്ലേ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ എന്ന്. പക്ഷെ പിന്നീടാണ് കേട്ടോ നമുക്ക് മനസ്സിലായത് ഈ സവാനയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഷോപ്പാണിത്. ഇങ്ങനെ ഫുള്ളും ഇങ്ങനെ ലൈവായിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനാണ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ചിലത് കൈ കൊണ്ട് ഉണ്ടാക്കണ ചോക്ലേറ്റുകൾ ഉണ്ടെന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ടേസ്റ്റ് ചെയ്ത് തരൂന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഗൂഗിളിൽ. പക്ഷേ എങ്കിൽ ഇവിടെ വന്ന് നമ്മൾ ചിലതൊക്കെ നമുക്ക് കാണുമ്പോഴേ ഇത് ടേസ്റ്റ് ചെയ്യുമ്പോൾ വേറെ വല്ല ടേസ്റ്റ് ആണോ എന്ന് അറിയില്ലല്ലോ. അവരോട് ചോദിച്ചിട്ട് അവരത് അങ്ങനെ തരില്ല എന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തോരം വെറൈറ്റി ചോക്ലേറ്റുകളാണെന്ന് പറഞ്ഞാൽ കണ്ടിട്ട് ഇതൊക്കെ കൂടി ഭാരി അങ്ങോട്ട് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ടേസ്റ്റും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കണം. അതിനോട് ചേർന്ന് തന്നെ വേറെ കുറേ മിഠായികൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഭരണിയിലൊക്കെ ഇങ്ങനെ പല ടൈപ്പ് ഇങ്ങനെ മിഠായികൾ ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചേക്കാണ്. ഭരണിയിൽ മാത്രമല്ല കേട്ടോ, അല്ലാണ്ടും ഇതേ നോക്കിക്കണ്ടേ. നമ്മൾ ഫ്ലോറിഡയിൽ പോയപ്പോൾ ഇതുമാതിരത്തെ ഒരു M&M ഷോപ്പിൽ ചെന്നപ്പോൾ കണ്ടില്ലേ, അതേപോലത്തെ ഒരു ഇത് കേട്ടോ. ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ഇതാക്കി വെച്ചേക്കാണ്. ഭരണി നിറച്ച് കൊതിയായിട്ട് വയ്യായിരുന്നു. പിള്ളേരെയും കൊണ്ടൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. പിള്ളേരെന്തിനാ പറയണേ, നമുക്ക് തന്നെ അത് കണ്ടു കഴിഞ്ഞാൽ കൊതിയാവും. എത്ര മധുരം ഇഷ്ടമില്ലാത്ത കഴിക്കാത്ത ആളുകളാണെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ കഴിച്ചു പോകും. ഇതിലൊക്കെ ഓരോരോ പല ടൈപ്പ് ചോക്ലേറ്റുകളും പിന്നെ വേറെ ടൈപ്പ് മിഠായികൾ, ഈ റബ്ബർ പോലത്തെ ഒക്കെ മിഠായില്ലേ, അതൊക്കെയാണ് അതിൽ ഫുള്ള് ഇങ്ങനെ നിറച്ച് വെച്ചേക്കണത്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ അവിടെ നിന്ന്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ വാങ്ങിക്കാണ്ടിരിക്കും. റേറ്റൊക്കെ ഭയങ്കര കൂടുതൽ തന്നെയാണ്. കാരണം വെച്ചാൽ ഫുള്ള് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് അവരിതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണത്. അപ്പോൾ പിന്നെ വിലയിൽ അങ്ങനെ കുറവൊന്നും ഉണ്ടാവില്ലല്ലോ. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ വരുന്ന ആളുകളൊക്കെ ഇതിൻ്റെ അകത്ത് കയറുകയും സാധനങ്ങൾ വാങ്ങിക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അവർ ഓരോന്നും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണത്. നമ്മൾ വീണ്ടും ഇപ്പോൾ ആ ചോക്ലേറ്റിൻ്റെ സെക്ഷനിലേക്ക് തന്നെയാണ് വന്നേക്കണത്. ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ, വലിയൊരു ഷോപ്പാണ്. ഇതിപ്പോൾ ഞാൻ നേരത്തെ കാണിക്കാത്ത ഭാഗങ്ങളാണ് ഇപ്പോൾ കാണിക്കണത്. ഇതിൻ്റെ ഷോപ്പിൻ്റെ വേറൊരു സൈഡിലേക്കാണ് ഇപ്പം ഞാൻ വന്നേക്കണത്.
ഏത് ചോക്ലേറ്റ് മേടിക്കണമെന്ന് ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തരുമെന്ന് വെച്ചിട്ടാണെങ്കിൽ അവർ തന്നൂല. പിന്നെ അങ്ങനെ രണ്ടും കളിപ്പിച്ച് നമ്മളങ്ങനെ 2 ഫ്ലേവർ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ആപ്പിളിൻ്റെ ഈ ഒരു മിഠായില്ലേ, ചോക്ലേറ്റ് ബോംബ് പോലത്തെ, അതിൻ്റെ പല പല ഫ്ലേവറുകൾ അവിടെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് തന്നെയല്ല, വേറെ കുറേ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? നല്ലതാണ്, നല്ല അടിപൊളി ടേസ്റ്റി ചോക്ലേറ്റ് ആയിരുന്നേ. വില മാത്രമേ കൂടുതലുള്ളൂ. നമ്മൾ കുറച്ചു നേരമൊക്കെ ആ സ്ട്രീറ്റിൽ നടന്നതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഉച്ചക്കും കാര്യമായിട്ടൊന്നും കഴിച്ചില്ലല്ലോ, അപ്പോൾ അത് കാരണം ഇനി വേഗം തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ അത് കുറേ ദൂരത്താണ്. അങ്ങനെ ദേ നമ്മളിപ്പോൾ നടന്ന് തന്നെയാണ് പോണത്. ഇനിയിപ്പോൾ വണ്ടിയൊക്കെ എടുക്കാൻ നിന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ദേ നമ്മൾ കുറേ അങ്ങനെ നടന്ന് ഒരു തായ് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നേക്കണത്. നമ്മൾ ആദ്യം തന്നെ ഫ്രൈഡ് കലമാരിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഒരു സോസും ഉണ്ടായിരുന്നു. കലമാരി എന്ന് പറഞ്ഞാൽ ഈ കൂന്തലില്ലേ, അത് ഫ്രൈ ചെയ്തതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. രണ്ടാമതായിട്ട് നമ്മൾ ചിക്കൻ നൂഡിൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജാസ്മിൻ റൈസും ചിക്കൻ കറിയുമാണ് ഓർഡർ ചെയ്തത്. ഈ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെജിറ്റബിളൊക്കെ ഇട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ ഓർഡർ ചെയ്തത്. പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി നമ്മൾ ജാസ്മിൻ റൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റൈസ് കഴിക്കാൻ. പിന്നെ നമ്മളിതേ ഒരു ഫ്രൈഡ് പ്രോൺസും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുഡുകളെല്ലാം തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. സവാനയിലെ അത്യാവശ്യം വലിയൊരു തായ് റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ മാത്രമല്ല ഈ സവാനയിൽ ഏറ്റവും കൂടുതൽ സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആ നേരത്തെ പോയ ആ സ്ട്രീറ്റില്ലേ, അവിടെയൊക്കെ മിക്ക റെസ്റ്റോറൻറ്റുകളും സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും ആകെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ മാത്രമല്ല നമ്മുടെ വണ്ടി ഒരുപാട് ദൂരെയാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് തിരിച്ച് നടക്കാനും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം അങ്ങനെ നടന്നാണ് നമ്മുടെ വണ്ടി കണ്ടുപിടിച്ചത്. തിരിച്ചുള്ള യാത്രയിൽ നമ്മൾ ആദ്യം ഹോട്ടലിലേക്കാണ് പോകാമെന്ന് വിചാരിച്ചത്. പിന്നെ തോന്നി ഏതായാലും ഇറങ്ങിയില്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് റിവർ സ്ട്രീറ്റിലും കൂടി ഒന്ന് പോയാലോ എന്ന്. ഇവിടെ വന്നപ്പോഴത്തേനും ആകെ തിരക്ക്. ഇത് കണ്ടില്ലേ, ഇടതും വലതും ഒക്കെ വണ്ടികൾ ഇങ്ങനെ പാർക്ക് ചെയ്തേക്കണോണ്ടിട്ട് നമുക്ക് വണ്ടി ഇടാനുള്ള സൗകര്യമൊന്നുമില്ല. വേണമെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്ത് പോകാം, വണ്ടിയിലിരുന്ന് കാഴ്ച കാണാമെന്നും മാത്രം. എന്തോരോ ആളുകളാണെന്ന് അറിഞ്ഞാൽ ഇതിലൂടെ ഇങ്ങനെ നടന്നു പോണത്. നടക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നല്ല സുഖമാണ്. ഇതിലിങ്ങനെ ഒരറ്റം തുടങ്ങി ഒരറ്റം വരെ ഇങ്ങനെ നടക്കാം. റെസ്റ്റോറൻറ്റും ഷോപ്പുകളും ഒക്കെ ഉണ്ട്. പിന്നെ അതേ ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ കണ്ടില്ലേ, ഫുള്ള് ഹോട്ടൽസും കോട്ടേജുകളൊക്കെയാണ്. അപ്പോൾ അവിടെ താമസിക്കണവരാണ് ആ വണ്ടിയും കൊണ്ടൊക്കെ വരുന്നതും അങ്ങോട്ട് കയറുന്നതും ഒക്കെ. ഫുള്ള് റെസ്റ്റോറൻറ്റുകൾ ഓപ്പൺ ആണ് കേട്ടോ. ബാക്കിയുള്ള ഷോപ്പുകളൊക്കെ ഒരുവിധം ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ മാത്രമല്ല ഈ റോഡ് കണ്ടില്ലേ, ഇതെന്തോ ടാർ ചെയ്യാതെ ഇങ്ങനെ ഫുള്ള് മെറ്റിലിട്ട പോലെയായിരുന്നു. ആ ഒരു കുടുക്കമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ചെറിയൊരു ഷേക്കൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെയെന്ന്. അതിങ്ങനെ ഈ റോഡ് അത്ര ക്ലിയർ അല്ല കേട്ടോ. നമ്മളിങ്ങനെ വണ്ടിയും കൊണ്ട് പോകുമ്പോഴാണ് അതിങ്ങനെ കുലുങ്ങണത്. പക്ഷേ എങ്കിൽ നമ്മൾ രാവിലെ ട്രാമിൽ ഇതിലെ പോയപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ആ വണ്ടിക്ക് പോകുന്ന രീതിയിലായിരിക്കണം ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയേക്കണത്. നോക്കിക്കേ, ഫുള്ള് റെസ്റ്റോറൻറ്റിൽ ഫുള്ള് ആളുകളാണ് കേട്ടോ. മൊത്തത്തിൽ എന്താ പറയുക, ഈ ഫുഡും മദ്യം പബ്ബ് എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഈ ഒരു റൂട്ടിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും നല്ല തിരക്കാണ് കേട്ടോ ഈ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ സവാനയിൽ ആകെ ഒരു ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ദിവസം കൊണ്ട് നമുക്ക് കാണാൻ പറ്റണതിൻ്റെ മാക്സിമം നമ്മളിന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ സ്ഥലം ഇഷ്ടമായേക്കണവരുണ്ടെങ്കിൽ ഇവിടേക്കുള്ളവരൊന്ന് വരാം കേട്ടോ. നമ്മളങ്ങനെ റൈഡൊക്കെ കഴിഞ്ഞ് ദേ ഇവിടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞൊരു ഈവനിങ് വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.